പറഞ്ഞ ട്രെയിനർമാരെല്ലാവരും മണ്ടന്മാരാണ്. ഹായ്, നമസ്കാരം. റമദാൻ മാസത്തിൽ എങ്ങനെ ജിമ്മിൽ വരണം, എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, എങ്ങനെയാണ് ഡയറ്റ് എന്ന് പറഞ്ഞ ട്രെയിനർമാരെല്ലാവരും മണ്ടന്മാരാണ്. ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ട്രെയിനേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. റമദാനിൽ വെയിറ്റ് കുറക്കാൻ ഈ സമയത്ത് വർക്കൗട്ട് ചെയ്താൽ മതി, വെയിറ്റ് കൂട്ടണമെങ്കിൽ ഈ സമയത്ത് വർക്കൗട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലൊരു വീഡിയോ കാണാനിടയായി. നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് പോയിട്ട് ട്രെയിനിങ് ചെയ്യണം എന്നാണ് ആ ഒരാൾ പറയുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ബോഡി ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് അത്രയും ഡീഹൈഡ്രേറ്റ് ആയി ഒരു തുള്ളി വെള്ളം പോലും ബോഡി ഇല്ലാത്തൊരു സമയമാണ്. ആ സമയത്തിൽ പോയിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റമദാൻക്ക് നോമ്പ് വെക്കാൻ നിങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ആ പരിപാടി പറ്റുന്ന ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശേഖരേട്ടന്റെയും അല്ലെങ്കിൽ രാമേട്ടന്റെ ഒക്കെ പീഡിയയിലെ ചില മൂലകളുണ്ടാവും. അവിടെ പോയിട്ട് ഈ പൊറോട്ടയും സാലനൊക്കെ അടിക്കുക, അല്ലെങ്കിൽ ഉള്ളിവടിയും മറ്റു കാര്യങ്ങളൊക്കെ തിന്നിട്ട്. പുള്ളിക്കാരൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പും പിടിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആള് മയ്യത്താവും. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് കള്ളം നോമ്പെടുക്കണം. കള്ളം നോമ്പെടുത്ത് വന്നവരാണ് വർക്കൗട്ട് ചെയ്യണത്. നമ്മളൊക്കെ മാന്യമായിട്ട് നോമ്പെടുക്കുന്നവരാണ്, നമ്മളും വർക്കൗട്ടൊക്കെ ചെയ്യുന്നതാണ്. നമുക്കൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അത് കണക്ക് തന്നെ നമ്മൾ ഒരുപാട് ക്ലയൻസിനെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവർ നോമ്പ് പിടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. അത് മനസ്സിലാക്കുക. പിന്നെ നിന്നെ കൊണ്ട് പറ്റൂലായിരിക്കും എന്നും പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാവരെ കൊണ്ട് പറ്റൂല എന്ന് പറയരുത്. റമദാൻ മാസത്തിൽ പുറത്തു പോയി വെയിലത്ത് പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ പണി, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, പല 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 ജോലികളിൽ ഏർപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും യാതൊരു കുഴപ്പവും സംഭവിക്കാറില്ല. അപ്പം അത് അപേക്ഷിച്ച് നമ്മളെ ജിമ്മിൽ ഒരു 45 മിനിറ്റ് വന്ന് വർക്കൗട്ട് ചെയ്യുന്നു പറഞ്ഞ് പെട്ടെന്നൊന്നും സംഭവിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. എപ്പോഴൊക്കെ വർക്കൗട്ട് ചെയ്യണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കിയാൽ മതി.